ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ഹയസ്റ്റ് പെയ്ഡ് ആക്ടറും വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ WWE സൂപ്പർ സ്റ്റാറുമായ ഡ്വെയ്ൻ ജോൺസൺ 2013 ട്വിറ്റർ അല്ലല്ലോ എക്സിൽ അന്നിറങ്ങാനിരുന്ന ഹോളിവുഡ് സിനിമയായ ഹെർക്കുലീസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഫോളോ ചെയ്ത ഡയറ്റ് പ്ലാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മസിൽ ബിൽഡിംഗ് ഫേസിൽ ഡ്വെയ്ൻ ദ റോക്ക് ജോൺസൺ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എന്താണ് എന്ന് നോക്കുന്നതിന്റെ കൂടെ തന്നെ അതിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്താണ് എന്ന് നോക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും സോഴ്സസും അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഡ്വെയ്ൻ ജോൺസന്റെ ഡയറ്റിൽ നിന്നുമുള്ള ലേണിങ്ങിലോട്ട് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ ആ ഡയറ്റ് എന്താണ് എന്ന് വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇത് വിശകലനം ചെയ്യുന്ന മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമറായി പറഞ്ഞുകൊള്ളട്ടെ, ഡ്വെയ്ൻ ജോൺസനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പോലെയോ നിങ്ങൾ വർക്ക്ഔട്ട് ഫോളോ ചെയ്താലോ അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്താലോ ഒക്കെ അവരെ പോലെ തന്നെ ആയിത്തീരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരാൾ കൺസ്യൂം ചെയ്യേണ്ട ഓപ്റ്റിമൽ ഡയറ്റ് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഡയറ്റ് പ്ലാൻ കേട്ടിട്ട് ഇതിനെ അങ്ങനെ കോപ്പി അടിക്കാം എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഡയറ്റ് എന്ന് നമുക്ക് നോക്കാം. ഈ സിനിമയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്തിരുന്നപ്പോൾ ഡ്വെയ്ൻ ജോൺസന്റെ ഒരു ദിവസത്തിൽ 7 മീൽ ഉണ്ടാവാറായിരുന്നു പതിവ്. ഇതിൽ ആദ്യത്തെ മീല് അദ്ദേഹം 280 ഗ്രാം റെഡ് മീറ്റ് ഫില്ലറ്റും അതിന്റെ കൂടെ തന്നെ 150 ഗ്രാം ഓട്ട് മീലും 4 എഗ് വൈറ്റും കഴിക്കാറുള്ളതായിരുന്നു പതിവ്. അടുത്തതായി രണ്ടാമത്തെ മീലിൽ അദ്ദേഹം 225 ഗ്രാം ചിക്കനും അതിന്റെ കൂടെ തന്നെ 2 കപ്പ് റൈസും 1 കപ്പ് സ്റ്റീംഡ് ബ്രോക്കളിയുമായിരുന്നു കഴിക്കാറുള്ളത്. മൂന്നാമത്തെ മീലിൽ 225 ഗ്രാം ഫിഷ് കൂടെ തന്നെ 2 കപ്പ് റൈസും 1 കപ്പ് അസ്പരാഗസുമായിരുന്നു അദ്ദേഹം കഴിക്കാറുള്ളത്. ഫർദറായി നാലാമത്തെ മീലിൽ അദ്ദേഹം 225 ഗ്രാം ചിക്കൻ കൂടെ തന്നെ 350 ഗ്രാം ബേക്ക്ഡ് പൊട്ടാറ്റോയും അതിന്റെ കൂടെ തന്നെ 1 കപ്പ് ബ്രോക്കളിയുമായിരുന്നു കഴിക്കാറുള്ളത്. ഈ ആദ്യത്തെ 4 മീൽസും ഉച്ചയ്ക്ക് 2 മണിക്ക് മുന്നേ ഉള്ള റെഗുലർ ഇന്റർവെൽസ് അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അഞ്ചാമത്തെ മീൽ ഏകദേശം മൂന്നാമത്തെ മീലിനും വളരെ സിമിലർ ആയിരുന്നു. ഇതിൽ അദ്ദേഹം 225 ഗ്രാം ഫിഷ് കൂടെ തന്നെ 1.5 കപ്പ് റൈസും അതിന്റെ കൂടെ തന്നെ 1 കപ്പ് അസ്പരാഗസുമായിരുന്നു കഴിക്കാറുള്ളത്. ആറാമത്തെ മീലിൽ അദ്ദേഹം 225 ഗ്രാം റെഡ് മീറ്റിന്റെ കൂടെ തന്നെ 250 ഗ്രാം ബേക്ക്ഡ് പൊട്ടാറ്റോയും അതിന്റെ കൂടെ തന്നെ 1 കപ്പ് സാലഡുമായിരുന്നു കഴിക്കാറുള്ളത്. ഏഴാമത്തതും ദിവസത്തിലെ ലാസ്റ്റ് മീലും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഇതിൽ അദ്ദേഹം 1 സ്കൂപ്പ്, അതായത് ഏകദേശം 30 ഗ്രാമോളം കേസിൻ പ്രോട്ടീനും ഇതിന്റെ കൂടെ തന്നെ 10 എഗ് വൈറ്റ് സ്ക്രാമ്പിൾസും ആയിരുന്നു കഴിക്കാറുള്ളൂ. ഈ എഗ് വൈറ്റ് സ്ക്രാമ്പിൾസിന്റെ കൂടെ തന്നെ അദ്ദേഹം മഷ്റൂംസും അതേപോലെ ഓണിയനും കൂടെ ആഡ് ചെയ്യാറുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തിലെ മീലിൽ ഏകദേശം 1.5 കിലോ റെഡ് മീറ്റ്, അതായത് ഏകദേശം 1/2 കോഴിയോളം, കൂടെ തന്നെ 14 എഗ് വൈറ്റ്സ്, ഇതെല്ലാം കൂടാണ്ട് ഓട്ട് മീൽ, ഏകദേശം 600 ഗ്രാമോളം ബേക്ക്ഡ് പൊട്ടാറ്റോസ്, 5.5 കപ്പോളം റൈസ്, എല്ലാം പോയിട്ട് 4 കപ്പ് വെജീസും അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നു. ഇത് പോയിട്ടാണ് അദ്ദേഹം 1 സ്കൂപ്പ് കേസിൻ പ്രോട്ടീൻ കഴിക്കാറുണ്ടായിരുന്നു. സോ ഈ ഡയറ്റിന്റെ മാക്രോ ന്യൂട്രിയൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയറ്റ് പ്ലാനിൽ ഏകദേശം 4900ഓളം കാലറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 550ഓളം ഗ്രാം പ്രോട്ടീൻ അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നു. ഫർദറായി ഏകദേശം 460ഓളം കാർബോഹൈഡ്രേറ്റ്സും കൂടാതെ 100 ഗ്രാമോളം ഫാറ്റുമായിരുന്നു അദ്ദേഹം കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുവാണ്, ഇത് ഒരു പ്രോ ആത്ലീറ്റ് ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്ത ഡയറ്റ് ആണ്. ഒരു ആവറേജ് പേഴ്സണ് ഇതുപോലെ ഒരു ഡയറ്റ് അൺലെസ് സ്പെസിഫൈഡ് ബൈ ഡോക്ടേഴ്സ് ഒരിക്കലും കൺസ്യൂം ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഡ്വെയ്ൻ ജോൺസന്റെ ഈ ഡയറ്റിൽ നിന്നും നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ലേണിംഗ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത മാക്രോസിൽ നിന്നും ഡ്വെയ്ൻ ജോൺസന്റെ ടോട്ടൽ പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 550 ഗ്രാംസ് ആയിരുന്നു. എന്നാൽ ഈ ഡയറ്റിൽ അദ്ദേഹം സപ്ലിമെന്റായി കൺസ്യൂം ചെയ്യുന്നത് വെറും 1 സ്കൂപ്പ് കേസിൻ പ്രോട്ടീൻ മാത്രമാണ്. അതായത് 550 ഗ്രാം പ്രോട്ടീനിൽ ഏകദേശം 30 ഗ്രാം പ്രോട്ടീൻ മാത്രമേ അദ്ദേഹത്തിന് സപ്ലിമെന്റേഷനിൽ നിന്നും വന്നിട്ടുള്ളൂ. സോ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 550 ഗ്രാമിൽ 30 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുന്നത് വെറും 5.5% മാത്രമേ അദ്ദേഹത്തിന് സപ്ലിമെന്റേഷൻ വഴി പ്രോട്ടീൻ വരുന്നുള്ളൂ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രോ ആത്ലീറ്റ് പോലും ഏകദേശം 90 മുതൽ 95% സ്വന്തം ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡയറ്റ് വഴിയാണ്, അതായത് ഹോൾ ഫുഡ് കഴിച്ചാണ്. എന്നാൽ വെറും 5 മുതൽ 10% മാത്രമേ അദ്ദേഹത്തിന് സപ്ലിമെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ.
ഒരു അനാലജി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് കെട്ടുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന് ബേസ്മെൻറ്റും അതേപോലെ ബ്രിക്ക് വാൾസും പിന്നെ റൂഫും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ ഫിനിഷിംഗ് ടച്ചസ് ആയ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ മേ ബി വിൻഡോസ് വെക്കുന്നതും അതിന് കർട്ടൻ ഇടുന്നതും ഒക്കെ ചെയ്യാറുള്ളത്. ഒരു വീടിൻ്റെ ബലത്തിന് വേണ്ടി ഏകദേശം 90% ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, അതായത് ബേസ്മെൻറ്റും പിന്നെ വാൾസും പിന്നെ റൂഫും ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ബാക്കി 10% മാത്രമേ ബാക്കിയുള്ള ബ്യൂട്ടിഫിക്കേഷൻ്റെ ആവശ്യമുള്ളൂ. ഇതേപോലെ തന്നെ ന്യൂട്രീഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെടുത്തി ഒരു സ്പെസിഫിക് ഗോൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 90 മുതൽ 95% നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് തന്നെയായിരിക്കണം വരേണ്ടത്. എന്നാൽ ജിം ന്യൂബീസിൻ്റെ ഇപ്പോഴുള്ള ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ എഫക്റ്റ് കാരണം പലപ്പോഴും നമ്മൾ ആദ്യമേ സപ്ലിമെൻറ്റ്സിനെ പറയുകയായിരിക്കും ഓടാറുള്ളത്. ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പ്രോട്ടീൻ വേണോ, ആ പ്രോട്ടീൻ വേണോ, അത് വേണോ, ഇത് വേണോ, ക്രിയേറ്റിൻ വേണോ എന്നൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് നന്നായി വർക്കൗട്ട് ചെയ്ത് നന്നായി ആഹാരം കഴിക്കുക എന്നുള്ള കാര്യമാണ്. സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10% മാത്രമേ വെയിറ്റേജ് ഉള്ളൂ എന്നുള്ളത് റിയലൈസ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്വെയ്ൻ ജോൺസനെ പോലുള്ള ഒരു വേൾഡ് ഫേമസ് ഹോളിവുഡ് സെലിബ്രിറ്റി, അതേപോലെ തന്നെ ഒരു WWE സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എത്ര ബിസി ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എത്ര വേണോ ഈ പ്രോട്ടീനൊക്കെ കഴിക്കാവുന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് നാച്ചുറലി നമ്മളെക്കാളൊക്കെ ഒത്തിരി റിച്ച് ആയിരിക്കും അദ്ദേഹം. എന്നാൽ ഈവൻ ആ ലെവലിൽ പോലും അദ്ദേഹത്തിൻ്റെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് സ്വന്തം ഡയറ്റ് വഴി തന്നെയാണ് ഫുൾഫിൽ ചെയ്തിട്ടുള്ളത്. 2019 പുറത്തു വന്ന ഈ പഠനം ജനറൽ പബ്ലിക്കിൽ ഫുഡിനും അതേപോലെ തന്നെ ഡയറ്ററി സപ്ലിമെന്റ്സിനുമുള്ള ഇമ്പാക്റ്റ് ആയിരുന്നു അനലൈസ് ചെയ്യുന്നത്. അവർ പറയുന്നത് ഒപ്റ്റിമലി ന്യൂട്രീഷൻ ഉള്ള ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ഡയറ്ററി സപ്ലിമെന്റ്സിന്റെ യാതൊരു ആവശ്യമില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഇതൊരു ആവറേജ് പേഴ്സണിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും. അതേപോലെ തന്നെ വൈറ്റമിൻ സപ്ലിമെന്റേഷൻ വളരെ ഹെൽത്തി ആയിരിക്കും. അതേപോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെന്റേഷനും നിങ്ങൾക്ക് പ്രോബ്ലി ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വെറും സപ്ലിമെന്റ്സ് ആണ്. അതിന് വളരെ കുറച്ച് വെയിറ്റേജ് മാത്രം കൊടുത്താൽ മതിയായിരിക്കും. ഏകദേശം ഞാൻ പറഞ്ഞ ഇതേ കാര്യങ്ങളാണ് 2022 പുറത്തു വന്ന ഈ പഠനം പറയുന്നത്. ഈ പേപ്പറിൽ അവർ സ്പോർട്സിൽ ന്യൂട്രീഷൻ സപ്ലിമെന്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നാണ് അനലൈസ് ചെയ്യുന്നത്. അവർ കൺക്ലൂഡ് ചെയ്യുന്നത് പറയുന്നത് ഫുഡ് ഫസ്റ്റ് ബട്ട് നോട്ട് ഓൾവേസ് ഫുഡ് എന്നുള്ളതിനെ കുറിച്ചാണ്. WWE സൂപ്പർ സ്റ്റാർ ജോൺ സീന നാറ്റി ആണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കൂടെ തന്നെ 1 കപ്പ് അപ്സരസ് ആയിരുന്നു കഴിക്കാറ്. അപ്സരസ് അല്ല, ആസ്പരാഗസ്.